ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലവ് ഷോർ ബൈ ഗോപിക. അപ്പം ഇതൊരു ബാക്ക് ടു സ്കൂൾ പർച്ചേസിൻ്റെ വീഡിയോ ആണ്. രണ്ടാഴ്ചയല്ലേ ഉള്ളൂ ഇനി കുട്ടികൾക്ക് സ്കൂൾ തുറക്കാനായിട്ട്. അപ്പം അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ആലപ്പുഴ ടൗൺ വരെ പോയതിൻ്റെ ഒരു വീഡിയോ ആണിത്. ആദ്യം ഞങ്ങൾ സച്ചുൻ്റെ സ്കൂളിലോട്ടാണ് പോയത്. സച്ചു പഠിക്കുന്നത് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പൊള്ളത്തയിലാണ്. അപ്പം അവിടെ ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ഒരാഴ്ചയായി ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളോർത്തു അവന് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളോർത്ത് എന്തായാലും പോകുമല്ലേ, അപ്പോൾ അവർ കയറി സ്കൂളിലും കൂടി കയറി അതും കൂടി വാങ്ങിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ സ്കൂളിലോട്ട് വന്നതാണ്. അങ്ങനെ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ സ്കൂളിൽ. ഒരാഴ്ച കൂടുതലായി ഇപ്പം ടെക്സ്റ്റ് ബുക്കൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പം മിക്കവരും തന്നെ വാങ്ങിച്ചെന്ന് തോന്നുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെ ആരും തന്നെ ഇല്ലായിരുന്നു. കുറച്ച് പേരൻസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ബുക്ക് വാങ്ങിക്കാനായിട്ട് വന്നത്. പിന്നെ 10th ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. 10th സ്പെഷ്യൽ ക്ലാസ് ഉണ്ടല്ലോ 10ാം ക്ലാസ്സുകാർക്ക്. അപ്പോൾ അതിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. വേറെ അങ്ങനെ ആരും തന്നെ ഇല്ലായിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ ബാഗ് വാങ്ങിക്കാനായിട്ട് പോയത്. ബാഗ് ഞാൻ ഷോർട്സിൽ പറഞ്ഞായിരുന്നല്ലോ, സാൻഡ് ബാഗിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ എപ്പോഴും അവിടെയാണ് പോകുന്നത്. അവിടെ നല്ല ഹ്യൂജ് കളക്ഷനാണുള്ളത്. അത് ഹോൾസെയിൽ ഷോപ്പാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി കളക്ഷൻസ് അവിടെയുണ്ട്. ഒരു വലിയ ബിൽഡിങ്ങാണ്, അതിലൊത്തിരി കളക്ഷൻസും ഉണ്ട്. അപ്പോൾ നല്ല ബാഗാണ്. അവർ തന്നെ 1 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അപ്പം 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ അവർ തന്നെ അത് റിപ്പയർ ചെയ്ത് തരും. അപ്പം ഇതാണ് കേട്ടോ ലൊക്കേഷൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഫുഡ് കഴിക്കാനായിട്ട് മന്തി കഴിക്കാമെന്ന് ഓർത്തത്. പിന്നെ മന്തി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആലപ്പുഴക്കാർക്ക് അൽഡ്രീമല്ലേ ഫസ്റ്റ് വരുന്നത്. അൽഡ്രീമിലെ മന്തി ഞങ്ങളുടെ ഫേവറേറ്റാണ് കേട്ടോ. ബീഫ് മന്തിക്കാണ് ഞങ്ങൾ പോയത്, പക്ഷേ ബീഫ് മന്തി കിട്ടിയില്ല. ഞങ്ങൾ ചെന്ന സമയത്തേക്ക് ബീഫ് മന്തിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചിക്കൻ മന്തിയിൽ അങ്ങോട്ട് ഒതുക്കി. അപ്പോഴേക്കും മന്തിയൊക്കെ വന്നു. ഇച്ചാൻ എനിക്ക് സെർവ് ചെയ്ത് തരുവാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വയറ് നിറച്ച് മന്തിയൊക്കെ കഴിച്ചു. അവിടുത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അൽഡ്രീമിൽ എപ്പോൾ ചെന്നാലും നല്ല തിരക്കാണ്. ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റ് കിട്ടുന്നത്. അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് വിദ്യാരംഭത്തിലോട്ടാണ്. വിദ്യാരംഭത്തിൽ ചെന്നിട്ട് ബുക്സ് കുറച്ച് വാങ്ങിക്കണമായിരുന്നു. അപ്പം സച്ചുവിന് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ബുക്ക് വാങ്ങിച്ചില്ല. കാരണം ഞങ്ങൾക്ക് സ്കൂളിലെ ബുക്ക് കണ്ടിട്ട് അത്ര ഒരു ക്വാളിറ്റി അങ്ങോട്ട് തോന്നിയില്ല. അപ്പോഴത്തേക്ക് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം, സ്കൂളിൽ നിന്ന് വാങ്ങിക്കേണ്ട, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളിത് നേരെ വിദ്യാരംഭത്തിൽ കയറി. അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ ഈ ബാക്ക് ടു സ്കൂൾ പർച്ചേസിനായിട്ട് വന്നിരിക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വേണ്ട ബുക്കൊക്കെ നോക്കി. പിന്നെ ബ്രൗൺ പേപ്പറും സച്ചിന് ബോക്സ്, അച്ചുക്കൂട്ടന് ചെറിയൊരു പൗച്ച്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്ത കടയിലോട്ട് പോയി. ഒരു ടെക്സ്റ്റൈലിലോട്ടാണ് പോയത്. അവിടുന്ന് 2 പേർക്കും അച്ഛനും സച്ചുനും ലഞ്ച് ബാഗിൻ്റെയൊക്കെ ടവൽ വേണമായിരുന്നു. നമ്മുടെ ലഞ്ച് ബോക്സ് പൊതിയണമല്ലോ, ലഞ്ച് ബോക്സ് പൊതിഞ്ഞ് കൊടുക്കുന്ന ടവൽ, അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ ഞങ്ങളൊരു പാത്രക്കടയിലോട്ടാണ് പോയത്. പിള്ളേർക്കുള്ള ലഞ്ച് ബോക്സ്, അതേപോലെ വാട്ടർ ബോട്ടിൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പം സച്ചുവിന് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ബോക്സൊക്കെ ഇരിപ്പുണ്ട്, ലഞ്ച് ബോക്സൊക്കെ ഇരിപ്പുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. എങ്കിലും പുതിയത് വാങ്ങിക്കാമെന്ന് ഓർത്ത് അങ്ങനെ 2 പേർക്കുള്ള ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരികെ പോന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഭയങ്കര ദാഹമായിരുന്നേ. അപ്പോഴത്തേക്ക് ചെയ്യാൻ പറഞ്ഞ് എങ്കിൽ ഒരു സർവത്ത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഷോപ്പിലോട്ട് പോയതാണ്. പുറത്ത് നല്ല മഴയാണ്. പാവം എനിക്ക് മഴയൊക്കെ നനഞ്ഞ് സർവത്തും കൊണ്ട് വരുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ പിള്ളേർക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഇപ്പോഴത്തേക്കും സമയം വൈകുന്നേരമായി കേട്ടോ. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോഴത്തേക്കും അവിടെ നല്ല മഴയായിരുന്നു ആലപ്പുഴയിൽ. അപ്പം ഇച്ചേനെ എനിക്ക് സർവത്തൊക്കെ കൊണ്ടുവന്ന് ഞാനങ്ങനെ വണ്ടിയിലിരുന്ന് തന്നെ സർവത്ത് കുടിച്ചു. കാരണം പുറത്തോട്ട് ഇറങ്ങാൻ രക്ഷയില്ലായിരുന്നു, അതുപോലത്തെ മഴയായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഷോപ്പ് തന്നെയായത്. നമ്മുടെ ഷേക്സ് ജംഗ്ഷനിലുള്ള ഷോപ്പുണ്ടല്ലോ, അവിടെ നിന്നാണ് ഇതൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് എല്ലാമായിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.